ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ണൂരോളം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള മാട്ടൂൽ ബീച്ച്. ഈ ബീച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ട് ലോകത്തിലെ പല കോണുകളിൽ നിന്നെത്തിച്ച എക്സോട്ടിക് പെറ്റ്സിൻ്റെ ഒരു കലവറ തന്നെയുണ്ട്. അതാണ് മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ പെറ്റ് സ്റ്റേഷനാണ്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. കണ്ണൂർ നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന മാട്ടൂൽ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഓരോ ആളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മാട്ടൂലിൽ സ്ഥിതി ചെയ്യുന്ന ഈ പെറ്റ് സ്റ്റേഷൻ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ ചാർജ്. അതിൽ പെറ്റ്സിനെ എടുത്തുകൊണ്ടുള്ള നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ചാർജ്, പിന്നെ ഏതെങ്കിലും ഒരു പെറ്റിന് കൊടുക്കാനുള്ള ഫുഡ്, ആനിമൽ ഫുഡ്, അതും കൂടെ അതിൻ്റെ കൂടെ തരും. പബ്ലിക് ഹോളിഡേയ്സും വീക്കെൻഡ്സൊക്കെ നല്ല തിരക്കാണ് അവിടെ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ദിവസങ്ങളിലാണ് വിസിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. നമുക്കറിയാം, നമ്മൾ 1-2 പെറ്റ്സിനെ നമ്മൾ വീട്ടിൽ വളർത്താൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത്രയും അധികം പെറ്റ്സിനെ, 100 കണക്കിന് പെറ്റ്സിനെയാണ് വളരെ വൃത്തിയോടും വെടിപ്പോടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ വെക്കേഷൻ ടൈമിന് നിങ്ങൾ പോകാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് പെറ്റ് സ്റ്റേഷൻ. കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യും.
ബേഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടാലും തീരില്ല, അത്രയധികം ബേഡ്സ് ഉണ്ട്. ഓരോ ജീവിയും ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നും ഏത് കൺട്രി ആണെന്നൊക്കെ അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ആ സെറ്റപ്പാണ്. ഓരോ ജീവികളെയും അതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൂടും, അതിന് വെള്ളം കുടിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും, പിന്നെ തൂങ്ങിക്കിടക്കുന്ന പക്ഷികൾ, കുരുങ്ങി ആടിക്കളിക്കുന്ന പക്ഷികൾ, അങ്ങനെയുള്ള എല്ലാ ജീവികൾക്കും തന്നെ, പക്ഷികൾക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും അതിൻ്റെ ആ കളികൾക്ക് പറ്റിയ തരത്തിൽ അത് ഓരോന്നും, ഓരോ കൂടും അതിൻ്റെ ഓരോന്നും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ഇതൊരു ആടിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് എന്താ, ബർബാരി ഗോട്ട്, ഇന്ത്യ. പിന്നെ ഇത് ഇഗ്വാന. ഇതിനെല്ലാം ഓരോ ജീവിക്കും നിലനിൽക്കാൻ പറ്റിയ എന്താ പറയുക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാണുള്ളത്. അതിനെ പിടിച്ചെവിടെയോ അടച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് തോന്നാത്ത വിധത്തിലുള്ള സെറ്റപ്പാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ നമ്മുടെ കയ്യിൽ ഫുഡുണ്ട്. ഈ ഫിഷിന് കൊടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു പാക്കറ്റ് ഫുഡ് തരും. അത് നമ്മൾ വേറെ ഒന്നിനും കൊടുക്കാനൊന്നും പാടില്ല. വേറെ ഒരു സാധനവും നമ്മളെ കയ്യിലുള്ള ഒന്നും ഈ ഫിഷിനൊന്നും കൊടുക്കാൻ പാടില്ല. അവർ തന്ന അത് മാത്രമേ, ആ ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഉണ്ടെങ്കിൽ അതെടുക്കുന്നത് വരെ ഇങ്ങനെ കൈയിൻ്റെ അടുത്ത് ഓടി വരും. നമ്മൾ അവിടെ തന്നെ കൈവച്ച ഫുഡില്ല, ഒന്നും ഇല്ല എന്ന് കാണുമ്പോൾ അത് തിരിച്ചു പോകും. നല്ല രസമാണ് കേട്ടോ. അതിങ്ങനെ കൈക്ക് വന്നിട്ട് ഇങ്ങനെ കടിക്കാൻ എനിക്ക് പേടിയാണ്. അതിങ്ങനെ തൊടുമ്പോൾ എന്തോ ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ അതിട്ട് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെയാണ് ഉള്ളത് കേട്ടോ. നല്ലൊരു എൻജോയ്മെൻറ്റ്. അത് കുട്ടികളെ പോലെ തന്നെ വലിയ ആൾക്കാരും മുതിർന്ന ആൾക്കാരും അങ്ങനെ ആസ്വദിച്ചിട്ടാണ് ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. ചിരിയും കളിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ആ ഏരിയ. പിന്നെ നമുക്ക് പെറ്റ്സിനെ ഇങ്ങനെ പക്ഷികളെയും പാമ്പിനെയും ഒക്കെ കയ്യിലൊക്കെ എടുക്കാനായിട്ട് തരും. അതവർ മെരുക്കിയെടുത്തതാണ്, നമ്മൾ ഒന്നും ചെയ്യുമൊന്നുമില്ല. അങ്ങനെ ചെറിയ കുട്ടികൾ വരെ പാമ്പിനെയൊക്കെ കഴുത്തിലോട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല.
ഇതൊക്കെ നോക്കൂ, എന്ത് ഭംഗിയാണല്ലേ. ഒരുപാട് ഫിഷ്, ഒരുപാട് ടൈപ്പ് ഫിഷസ് ഉണ്ട്. നമുക്ക് പേരെല്ലാം വായിക്കുമ്പോൾ മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. നമ്മൾ കേട്ട് ശീലമില്ലാത്ത പേരുകളെല്ലാം വായിക്കുമ്പോൾ മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ എല്ലാം മറന്നു പോകും. അങ്ങനെ ഓരോ ജീവികളതും അത് നമുക്ക് സ്പെസിഫിക്കായിട്ട് നമുക്ക് അറിയുന്നത് മാത്രമേ പേര് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ബാക്കിയെല്ലാം ഓരോ ടൈപ്പുകളെല്ലാം നമ്മൾ വായിക്കുന്നു മാത്രമേ ഉള്ളൂ, പിന്നെ എല്ലാം മറന്നു പോകും. അങ്ങനെ ഒരുപാട് നൂറുകണക്കിന് പെറ്റ്സ് ഉണ്ട് അവിടെ. പിന്നെ എന്താ പറയുക, കുട്ടികളെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുക അവർക്കാണ്. പിന്നെ മുതിർന്നവരും അവിടെ കണ്ടത്, മുതിർന്നവരും എല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നതും എൻജോയ് ചെയ്യുന്നതും തന്നെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഈ പെറ്റ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞ ശേഷം ഓപ്പോസിറ്റ് തന്നെയാണ് മാട്ടൂൽ ബീച്ച്. അതും നല്ലൊരു എൻ്റർടൈൻമെൻറ്റുള്ള സ്ഥലം തന്നെയാണ്. സൂപ്പർ ബീച്ചാണ്. അപ്പോൾ ഈവനിങ് ആണെങ്കിൽ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ പോയത് ഉച്ച സമയത്തായിട്ട് കൂടി നല്ല ആൾക്കാരുണ്ടായിരുന്നു. പൊരി വെയിലത്ത് കൂടി കുറേ കുട്ടികളും മുതിർന്നവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ വെക്കേഷൻ കാലത്ത് നിങ്ങളുടെ കുട്ടികളെയൊക്കെ കൂട്ടി പോകാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ടേക്കാവുന്ന കണ്ണൂരിലെ മറ്റൊരു കാഴ്ചയുമായി ഞാൻ നാളെ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.